ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം ബികോം BBAയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇഷ്യൂ ഷെയർസ് അറ്റ് പാറ്, റിഡീമബിൾ അറ്റ് പാറ്, ഇഷ്യൂസ് അറ്റ് പ്രീമിയം, റിഡീമബിൾ അറ്റ് പ്രീമിയം. നമ്മൾ നോക്കുന്നത് ഇഷ്യൂസ് അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കാണണം, അതിന് ശേഷം മാത്രം ഇത് കാണാം കേട്ടോ, കാരണം അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷനാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വേണ്ടവർ ചെക്ക് ചെയ്യുക കേട്ടോ. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക, അതുപോലെ തന്നെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൈരളി ലിമിറ്റഡ് ഇഷ്യൂഡ് 8,000 10% redeemable preference shares of ₹100 each fully paid up. Company decide to redeem this preference shares at 10% premium by issue of sufficient number of equity shares of ₹10 each at premium of 20% fully paid up. The company had ₹50,000 as undistributed profit on the date of redemption. Past journal entries in the books of the company. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ 80,000 പ്രിഫറൻസ് ഷെയർസ് ആണ് ഇവിടെ ഇവർ റിഡീം ചെയ്യുന്നത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓക്കെ, അതവർ റിഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിനാണ്. ഓക്കെ, ഈ എമൗണ്ട് അവർ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്തിട്ടാണ്? ഇഷ്യൂ ചെയ്തിട്ടാണ്. അത് 10 രൂപയുടെ ഇക്വിറ്റി ഷെയർസാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ്? പ്രീമിയത്തിനാണ്. അത് 20%. ഓക്കെ, ഇത് കമ്പനി ഹാഡ്, അത് നമുക്ക് നോക്കണ്ട, ഇതുവരെയുള്ള നമ്മൾ നോക്കിയാൽ മതി. പാസ്റ്റ് ജേണൽ എൻട്രീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിവേ ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ട് ഒന്ന് നോക്കാം. വർക്കിംഗ് നോട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതാണ് വർക്കിംഗ് നോട്ട് വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8,000 ഷെയർസ് ആണുള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. അപ്പോൾ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റെഡീംഡ് 8,000 × 100 = 8 lakh. ഇതാണ് 8 ലക്ഷം രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഡീം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ക്യാഷ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ പ്രീമിയത്തിലാണ് അത് റെഡീം ചെയ്യുന്നത്. പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്ന പറയുമ്പോൾ 10% റെഡീം ചെയ്യുന്നത്. അതൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 8 ലക്ഷം രൂപയുടെ 10% കാണാം. 8 ലക്ഷം × 10 / 100 80,000 രൂപയ്ക്കാണ് അവരെന്ത് ചെയ്യുന്നത്? റെഡീം ചെയ്യുന്നത്. അതായത് 8,80,000 രൂപ നമ്മൾ അവർക്ക് കൊടുക്കണം റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ക്യാഷ് നമ്മൾ കണ്ടെത്തുന്നത് 10 രൂപയുടെ ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്തിട്ടാണ്? 10 രൂപയുടെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, പ്രൊസീഡ്സ് പെർ ന്യൂ ഷെയർ, ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, അതായത് എത്ര ഷെയർസാണ് അവരവിടെ ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ടോട്ടൽ നമുക്ക് വേണ്ടത് 8 ലക്ഷം രൂപയാണ്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഈ 8,80,000 എടുക്കരുത് കേട്ടോ. 8 ലക്ഷമാണ് നോമിനൽ വാല്യൂ, അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 8,80,000 8 ലക്ഷം ഡിവൈഡ് ബൈ 10 = 80,000. അപ്പോൾ 80,000 ഷെയർസാണ് അവരവിടെ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, 80,000 ഷെയർസ്, 10 രൂപയുടെ 80,000 ഷെയർസ്. ഇനി നമുക്ക് ജേണൽ എൻട്രി നോക്കാം. നമ്മളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, അതുപോലെ തന്നെ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി ആദ്യം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് വയ്ക്കും. ഇതാദ്യം നമ്മൾ ജേണൽ എൻട്രി ചെയ്ത് അതിനുശേഷം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതായത് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ നോമിനൽ വാല്യൂ എത്രയാണ്? 80,000 ഇക്വിറ്റി ഷെയർസാണ് അവരവിടെ ഇഷ്യൂ ചെയ്യുന്നത്. 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ്. അപ്പോൾ 80,000 × 10 വരും. കണ്ടോ, 80,000 × 10 അവരവിടെ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രീമിയം എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീമിയത്തിലാണ് അവരവിടെ എന്ത് ചെയ്യുന്നത്? റിഡീം ചെയ്യുന്നത്. അതും എത്ര പെർസെൻറ്റേജാണ് പ്രീമിയം പറഞ്ഞിട്ടുള്ളത്? ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 20% ആണ് പ്രീമിയം. 10 രൂപയുടെ 20% പ്രീമിയം. അങ്ങനെ അതായത് ഈ 8 ലക്ഷം രൂപയുടെ 20% കണ്ടാൽ മതി. 8 ലക്ഷം രൂപയുടെ 20% എന്ന് പറയുമ്പോൾ എത്രയാണ്? 1,60,000 രൂപയാണ് 8 ലക്ഷത്തിൻ്റെ 20% പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രീമിയം എമൗണ്ട് കിട്ടി 1,60,000. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ബാങ്കിക്ക് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഈ 2 എമൗണ്ട് കൂടെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഡെബിറ്റ് ചെയ്യണം. അതാണ് എന്ത്? ഇഷ്യൂ ഓഫ് 8% ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പ്രീമിയം ഓഫ് 20%. ഈ 10 രൂപയുടെ 20% നമുക്ക് കാണാം 2 രൂപ. അപ്പോൾ 80,000 × 2 ചെയ്താലും 1,60,000 തന്നെയാണ് കിട്ടുക. ഓക്കെ, അതല്ല 8 ലക്ഷത്തിൻ്റെ 20% കണ്ടാലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ഈ 1,60,000 തന്നെയാണ് കിട്ടുക. നിങ്ങൾക്ക് ഏത് മെത്തേഡാച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ,
അത് നമ്മൾ ഇഷ്യൂ ചെയ്തു, നമുക്ക് 9,60,000 രൂപ കിട്ടി. ഇനി നമ്മളോട് നമുക്ക് എന്ത് ചെയ്യണം, അത് റിഡീം ചെയ്യണം. റിഡീം ചെയ്യുന്നത് ഇവിടെ 10% പ്രീമിയത്തിലാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫുള്ളി പെയ്ഡ് കമ്പനി ഷെയർസ് ആയിട്ട് 10% പ്രീമിയത്തിലാണ് അവരവിടെ എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പ്രീമിയം എമൗണ്ട് നമ്മളിവിടെ വർക്കിംഗ് നോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് 8 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ 80,000 രൂപ. അപ്പോൾ 80,000 രൂപയാണ് അവിടെ പ്രീമിയം എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ 80,000 രൂപ എഴുതി. പ്രൊവൈഡഡ് പ്രീമിയം ഓൺ റിഡംഷൻ ഔട്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് നമ്മൾ 80,000 രൂപ എഴുതി. 80,000 പ്രീമിയം വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, 8 ലക്ഷത്തിൻ്റെ, അതായത് നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നുകൂടെ പറയാം. അതായത് 8,000 രൂപ, 8,000 ഷെയർസ് ആണുള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ടോട്ടൽ 8 ലക്ഷം. 8 ലക്ഷത്തിൻ്റെ 10%-ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് റിഡീം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ 80,000. ഈ 80,000 ആണ് നമ്മൾ ഈ 80,000 കേട്ടോ. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ ഈ 80,000. ഓക്കെ, അതാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതണം. അതായത് റിഡീം ചെയ്യുന്നത് 8 ലക്ഷമാണ്. അതിൻ്റെ പ്രീമിയം വരുന്നത് 80,000 ആണ്. അതെല്ലാം കൂടെ ആർക്കാണ് പോകുന്നത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് പോകുന്നത്. അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ 8,80,000 എമൗണ്ട് ഡ്യൂ ഓൺ റിഡംഷന് വേണ്ടി അത് ഡ്യൂ ആയി. നെക്സ്റ്റ് പറയുന്നതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു ബാങ്ക്. അതായത് ബാങ്കിൽ നിന്നും 8,80,000 രൂപ അവർക്ക് എന്തായിട്ടുണ്ട്, പോയിട്ടുണ്ട്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ ടെലഗ്രാമിൽ കൊടുക്കാം. ഞാൻ ഒരു തവണ പറഞ്ഞോന്നറിയില്ല. എനിവേ നിങ്ങൾ വർക്കൗട്ട് ചെയ്യട്ടോ. വർക്കൗട്ട് ചെയ്യാണ്ട് ഒന്നും നടക്കില്ല. നിങ്ങൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഒട്ടും ഈസിയല്ല, നല്ല ടഫാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാം. എനിവേ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതേ മെത്തേഡ് നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പേരെഴുതിയില്ലല്ലേ? ഓക്കെ, ഡി ലിമിറ്റഡ് ഹാഡ് 2007% redeemable preference shares of ₹15 each fully paid up. The company decided to redeem this preference shares at 5% premium by issue a sufficient number of equity shares of ₹10 each fully paid up at 10% premium. The company had 75,000 under undistributed profit in the profit and loss statement on the state redemption. Write the journal entries in the books of the company. ഇതൊന്ന് നോക്കണം നമുക്കിത് മാത്രം. അതായത് ഈ ഡിലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരുണ്ടോ, ആ കമ്പനി 2,000 പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ എന്ത് ചെയ്തു, തീരുമാനിച്ചു. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 50 രൂപയാണ്. ഓക്കെ, ഒരു ഷെയറിൻ്റെ പ്രൈസ് വരുന്നത് എത്രയും 50 രൂപയാണ്. ഫുള്ളി പെയ്ഡപ്പാണ്. ഓക്കെ, അവരത് റിഡീം ചെയ്യുന്നത് 5% പ്രീമിയത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അവർ എമൗണ്ട് എങ്ങനെ കണ്ടെത്തുന്നത്, 10 രൂപയുടെ പ്രിഫറൻസ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് അവർ അതിനുള്ള എമൗണ്ട് കണ്ടെത്തുന്നത്. അതും അവർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, 10% പ്രീമിയത്തിലാണ്. പാസ് ദി ജേണൽ എൻട്രീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 2,000 ആണ് അവിടെ പ്രിഫറൻസ് ഷെയർസ് ഉള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. അവരെങ്ങനെയാണ് റിഡീം ചെയ്യുന്നത്, 5% പ്രീമിയത്തിലാണ്. ഓക്കെ, അവർ ഇഷ്യൂ ചെയ്യുന്നത് 10 രൂപയുടെ ഇക്വിറ്റി ഷെയർസ് 10% പ്രീമിയത്തിൽ. ഓക്കെ, മനസ്സിലായില്ലേ? എനിവേ നമുക്ക് വർക്കിംഗ് നോട്ട് ഒന്ന് നോക്കാം. വർക്കിംഗ് നോട്ട് നോക്കുമ്പോൾ എങ്ങനെ, ഫേസ് വാല്യൂ ഷെയർസ് ടു ബി റിഡീംഡ്. അങ്ങനെയാണ് 2,000 ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. അപ്പോൾ 2,000 × 50 1,00,000 രൂപ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞു പ്രീമിയത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നതെന്നും പറഞ്ഞു. പ്രീമിയം എന്ന് പറയുമ്പോൾ ഇവിടെ 5% ആണ് പ്രീമിയം വന്നത്. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറയുമ്പോൾ ഈ 1,00,000ൻ്റെ 5% കാണും. 1,00,000 × 5 ഡിവൈഡഡ് ബൈ 100, 5,000 രൂപ എന്ത് കിട്ടി, പ്രീമിയം എമൗണ്ട് കിട്ടി. അപ്പോൾ എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷന് വേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1,05,000. അതായത് ഈ 1,00,000 ഈ 5,000, 1,05,000. ഓക്കെ, അപ്പോൾ ഈ 1,05,000 നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇതിനുള്ള എമൗണ്ട് നമ്മളെങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ്. അപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് 10 രൂപയുടെ ഷെയർസാണ് ഇവരിവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 1,00,000 ഈ 5,000 എടുക്കേണ്ട, അത് പ്രീമിയം എമൗണ്ട് അല്ല, അത് നമ്മൾ നോമിനൽ വാല്യൂവിൻ്റെ കേസിൽ എടുക്കില്ല. അപ്പോൾ ഈ 1,00,000 നമ്മളായിട്ട് എന്ത് ചെയ്യണം, 10 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 10,000 ഇക്വിറ്റി ഷെയർസ് കിട്ടും. 10 രൂപയുടെ 10,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഈ 1,00,000 രൂപയുടെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു വർക്കിംഗ് നോട്ടിൻ്റെ തിയറി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റായി പറയണ്ടേ. ഓക്കെ, എനിവേ നമുക്ക് ജേണൽ എൻട്രി നോക്കാം. ജേണൽ എൻട്രി നോക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യാണ് ചെയ്യുന്നത്.
നമുക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നമുക്ക് ജേണൽ എൻട്രി എഴുതാം. ജേണൽ എൻട്രി എഴുതിയിട്ട് ബാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന എമൗണ്ടൊക്കെ പിന്നെ പറയാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റൽ ടു ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. അതായത് ഈ ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ എഴുതേണ്ട എപ്പോഴും നോമിനൽ വാല്യൂ ആയിരിക്കണം. അതായത് നമ്മളിവിടെ കണ്ടുപിടിച്ചു വരുന്നത് 10,000 ഇക്വിറ്റി ഷെയർസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അപ്പോൾ 10,000 × 10 എത്ര വരും? 1,00,000 രൂപ വരും. അതാണ് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 1,00,000 രൂപയുടെ എത്ര ശതമാനം? 1,00,000 രൂപയുടെ 10% എന്ത് പറയുന്നത്, സെക്യൂരിറ്റീസ് പ്രീമിയത്തിലല്ലേ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. 10,000 രൂപ എക്സ്ട്രയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഒരു ഷെയറിന് 11 രൂപയ്ക്കാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 11 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. അപ്പോൾ 11 × 10 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈ എമൗണ്ട് തന്നെ കിട്ടും. 1,10,000 തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 10,000 രൂപയാണ് വരുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് ഇത് ചെയ്താൽ മതി. 1,00,000ൻ്റെ 10% കാണും. അപ്പോൾ നമുക്ക് 10,000 കിട്ടും. ഓക്കെ. ബാങ്കിക്ക് ക്രെഡിറ്റ് ആവുന്ന ഈ രണ്ട് എമൗണ്ടും കൂടെ ഒരുമിച്ചാണ്. ഓക്കെ. ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള പ്രോബ്ലം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ല. അതേപോലത്തെ പ്രോബ്ലം തന്നെയാണ് കേട്ടോ ഇതും. എമൗണ്ടിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്ത് ചെയ്ത് നമ്മൾ നെറേഷൻ ചെയ്ത് ഇഷ്യൂ ഓഫ് 2,000 ഇക്വിറ്റി ഷെയർസ് ₹10 ഈസ് അറ്റ് പ്രീമിയം ഓഫ് 10%. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീമിയത്തിലാണ് ഇത് റെഡീം ചെയ്യുന്നത് 5% പ്രീമിയത്തിൽ. ഓക്കെ. 5% പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 1,00,000 രൂപയുടെ 5%. ഇതാ 1,00,000 രൂപയുടെ 5% എന്ന് പറയുമ്പോൾ 5,000 രൂപ. ഇതാണ് 1,00,000 രൂപയുടെ ഈ എമൗണ്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്താ 1,00,000ൻ്റെ 5,000 എന്ന് പറയും 1,00,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 5,000 രൂപ. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രീമിയം റിഡംഷൻ 5,000 രൂപ നമ്മൾ രണ്ട് സൈഡിലും എഴുതി. ഓക്കെ. നോമിനൽ വാല്യൂയുടെ ഫേസ് വാല്യൂ കണ്ടാൽ മതി. നോമിനൽ വാല്യൂയുടെ 5% കണ്ടാൽ മതി. ഓക്കെ. ഞാൻ നോമിനൽ വാല്യൂ ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കരുത്, പറയാം. ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ 2,000 ഷെയർസ് ആണ് ഉള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 50 രൂപയാണ്. അപ്പോൾ 1,00,000 കിട്ടി. ഈ 1,00,000ൻ്റെ 5% കണ്ടാൽ നമുക്ക് എന്ത് കിട്ടി? സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ എമൗണ്ട് കിട്ടിയതാണ്. ഇതല്ലേ. ഓക്കെ. എനിവേ നമുക്ക് പ്രീമിയം എമൗണ്ടോടെ അവിടെ കൂട്ടി എഴുതാം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ. അപ്പോൾ നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1,00,000. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞാൽ 2,000 × 50 1,00,000 കിട്ടി. പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ ഈ 5,000 അതിങ്ങോട്ട് എടുത്ത് എഴുതി. ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് എങ്ങനെ എമൗണ്ട് പോകുന്നു? 1,05,000 രൂപയാണ് പോകുന്നത്. ഓക്കെ. എമൗണ്ട് ഡ്യൂ ഓൺ റിഡംഷന് വേണ്ടിയിട്ട് എമൗണ്ട് ഡ്യൂ ആയി. ഓക്കെ. നമ്മളത് അവർക്ക് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് 1,05,000 നമ്മൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ ബാങ്കിൽ നിന്ന് എന്താ ചെയ്യണം? എമൗണ്ട് ക്രെഡിറ്റ് ആവുകയാണ്. അപ്പോൾ പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 3,27,000. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ പ്രോബ്ലം ഇല്ല കേട്ടോ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഞാൻ എല്ലാ പ്രോബ്ലത്തിൻ്റെയും അതായത് ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം നമ്മൾ ഓൾറെഡി 2 പ്രോബ്ലം വീതം എല്ലാതും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ആദ്യം ജേണൽ എൻട്രി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ആ കേസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ലിമിറ്റഡ് ഹാഡ് 8,008% redeemable preference shares on of ₹25 each. ₹20 is called up. The company decide to redeem the preference shares at 5% premium by the issue of sufficient number of equity shares of ₹10 each. Fully paid up at premium of 10% പാസ് ജേണൽ എൻട്രീസ് ഇൻ ദി റിലേറ്റ്. അതാണിത്. അപ്പോൾ ഇതിലാകെ വ്യത്യാസം എന്താ വരുന്നത് വെച്ചാൽ 25 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ്, 20 രൂപ അടച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കോൾ ചെയ്യണം. ആ ഒരു കോളിൻ്റെ 2 ജേണൽ എൻട്രി ആദ്യം എഴുതണം. അതിന് ശേഷം വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്താൽ അതില്ല, അത് തന്നെയാണ് സാധനം. ഓക്കെ. എനിവേ നമുക്ക് വർക്കിംഗ് നോട്ട് ഒന്ന് നോക്കാം. വർക്കിംഗ് നോട്ട് എന്ന് പറയുമ്പോൾ 8,000 ഷെയർ ഫേസ് വാല്യൂ ഷെയർസ് ടു ബി റിഡീം ചെയ്യാൻ വേണ്ടി ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്തിയാൽ 8,000 ഷെയർസ് ആണുള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. അപ്പോൾ 8,000 × 25 2,00,000 രൂപ നമുക്ക് എന്ത് വേണം? റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് വാല്യൂ വേണം. പക്ഷേ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതായത് 2,00,000 രൂപയുടെ 5% പ്രീമിയം. 2,00,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 10,000 രൂപ. അപ്പോൾ 2,10,000 രൂപയ്ക്കാണ് അവരെന്ത് ചെയ്യുന്നത്? റിഡീം ചെയ്യുന്നത്. ഓക്കെ. എമൗണ്ട് ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയ പ്രീമിയത്തിൻ്റെ എമൗണ്ടും റിഡീമിൻ്റെ നോമിനൽ ഫേസ് വാല്യൂ. അപ്പോൾ 2,10,000 രൂപ അതാണ് റിഡീം ചെയ്യാൻ നമുക്ക് വേണ്ടത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു ഷെയർ അതിന് വേണ്ടിയുള്ള എമൗണ്ട് നമ്മളെങ്ങനെ കണ്ടെത്തുന്നത്?
പുതിയ ഷെയർസ് എന്ത് ചെയ്തിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടാണ്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. 10 രൂപയുടെ ഷെയർസ് നമ്മൾ എത്ര എണ്ണം അതാക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ്. ടോട്ടൽ എണ്ണമൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ 2 ലക്ഷത്തിന് 10 ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20,000 ഷെയർസ് കിട്ടും. 20,000 ഇക്വിറ്റി ഷെയർസ്. 10 രൂപയുടെ 20,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്രയും ഉള്ള ഈ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ റിഡീം ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ റിഡീം ചെയ്യുന്നത് പാറിനും പ്രീമിയത്തിന് കേട്ടോ. അതായത് 10 രൂപയുടെ പ്രീമിയം അല്ലാന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ 2 ലക്ഷം രൂപയുടെ പ്രീമിയം അല്ല 2 ലക്ഷം രൂപയുടെ പ്രീമിയം അങ്ങനെ കണ്ടാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിൽ ചെയ്യാം. ഓക്കെ ഇതാ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ പ്രത്യേകമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. 25 ഷെയറിൻ്റെ പ്രൈസ്, ഒരു ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞ് 20 രൂപയെ അത് അടച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 രൂപയ്ക്ക് വേണ്ടിയിട്ട് കോൾ വിളിക്കണം. അപ്പോൾ ഇതാ, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ 5 രൂപയ്ക്കാണ് ഇവിടെ നമ്മൾ കോൾ വിളിക്കുന്നത്. ഇതാണ് 5. 8000 ഷെയർസാണ് അവിടെ ഉള്ളത്. അപ്പോൾ 8000 ഷെയർസ് ഇൻറ്റു 5 രൂപ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 40,000 രണ്ട് സൈഡിൽ എഴുതാം. പ്രിഫറൻസ് ഷെയർസ് ഫൈനൽ കോൾ ഡ്യൂ ഓൺ 8000 ഷെയർസ് അറ്റ് ₹5 ഈച്ച് ടു മേക്ക് ദ ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ്. ഈ 5 വന്നത് 25 5 അവിടെ അടയ്ക്കാത്തത്, 20 അവർ അടച്ചിട്ടുള്ളൂ. എമൗണ്ടിലൊക്കെ വേരിയേഷൻസ് വരും കേട്ടോ. ക്വസ്റ്റ്യൻ വരുമ്പോൾ 25 20 മാത്രമായിരിക്കില്ല വരിക. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ റിഡീമബിൾ. അപ്പോൾ നമ്മൾ നെറേഷൻ എഴുതി 40,000 കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? 8000 ഇൻറ്റു 5. ഇനി നമ്മളത് എന്ത് ചെയ്യണം? അവർ നമുക്ക് തരികയാണ്. ഓക്കെ, ഞാൻ വിളിച്ച് ശല്യം ചെയ്തപ്പോൾ അവർ എൻ്റെ കമ്പനിയിൽ കൊണ്ടുവന്നു 5 രൂപ. ആരൊക്കെയാണോ പ്രിഫറൻസ് ഷെയർസ് കൈവശം വെച്ചിട്ടുള്ളത്, ഈ 8000 പ്രിഫറൻസ് ഷെയർസ് അവരൊക്കെ എനിക്ക് കൊണ്ടുവന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ഫൈനൽ കോൾ. അങ്ങനെ എൻ്റെ ബാങ്കിൽ 40,000 രൂപ ഞാൻ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇതാണത് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതാണ്. എന്താണ്? ഇഷ്യൂ ചെയ്യണം. ഇഷ്യൂ ചെയ്യാന്ന് പറയുന്നത് പ്രീമിയത്തിലാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. എത്ര ശതമാനം പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്? 10% പ്രീമിയത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ജേണൽ എൻട്രീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഉള്ളത്തെ എമൗണ്ട് നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്ര ഷെയർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? എത്ര ഷെയർസാണ്? 20,000 ഷെയർസാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? 20,000 ഷെയർസാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാനുള്ളത്. 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 20,000 ഇൻറ്റു 10 എത്ര വരും? 2 ലക്ഷം വരും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. 20,000 ഇൻറ്റു 10 2 ലക്ഷം രൂപ വരും. അപ്പോൾ അതിൻ്റെ 10%. ഓക്കെ, അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിൻ്റെ 10% ആണ്. 2 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 20,000 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ വഴിയുണ്ട്. വേറെ വഴി എന്ന് പറഞ്ഞാൽ 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 10 രൂപേൻ്റെ 10% കാണാൻ എത്രയാണ്? 1 രൂപ. 20,000 ഷെയർസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 20,000 ഇൻറ്റു 1 20,000 അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ 2 എമൗണ്ടും കൂടെ നമുക്ക് ബാങ്കിൽ ക്രെഡിറ്റ് ആവും. 2,20,000 ഇഷ്യൂ ചെയ്തപ്പോൾ അവരെനിക്ക് ക്യാഷ് തന്നു. അതാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഷ്യൂ ഓഫ് 20,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പ്രീമിയം ഓഫ് ₹1. ഓക്കെ, ഈ 1 എങ്ങനെയാണ് വന്നത്? 10 രൂപയുടെ 10% 1 രൂപ. അപ്പോൾ 20,000 ഷെയർസാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഓൾറെഡി വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിഡീം ചെയ്യാം. കാരണം നമുക്ക് ഓൾറെഡി ഇവിടെ ക്യാഷ് കിട്ടി. നമുക്ക് റിഡീം ചെയ്യാം. റിഡീം ചെയ്യുമ്പോൾ ആദ്യം പ്രീമിയത്തിലാണ് ഇവിടെ റിഡീം ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ. ഈ പ്രീമിയം അതിൻ്റെ എമൗണ്ട് നമുക്ക് എവിടെ നിന്ന് അറിവ് കിട്ടുന്നത്? നമ്മൾ ഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിലാണല്ലോ. ഈ എമൗണ്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഞാൻ ഇതുവരെയുള്ള പ്രോബ്ലത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഇതിന്നാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, അതായത് പ്രീമിയത്തിലല്ല ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കിത് എടുക്കാൻ കഴിയില്ല. മനസ്സിലായോ? അങ്ങനെയാണ്. ഇതുവരെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോഴും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് അതിൻ്റെ വായിന്ന് വന്നത്. ഓക്കെ, മറന്നുപോയതാ. എനിവേ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടേ? അതായത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കണ്ടത്? 2 ലക്ഷം രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. ഈ 2 ലക്ഷത്തിൻ്റെ 5% എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 5% ആണ് പ്രീമിയം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 ആണ്. ഈ 10,000 ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ 10,000. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ പ്രൊവൈഡഡ് പ്രീമിയം ഓൺ റിഡംഷൻ ഔട്ട് ഓഫ്
5% ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം റിഡംഷൻ. അപ്പോൾ നമുക്കത് കിട്ടി. നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതാം. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും ഡെപ്റ്റർ ആട്ടോ. ഡെപ്റ്റർ ടു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 2,10,000. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 2,10,000 പോകും. ഇതാണ് ഈ ഒരു ജേണൽ എൻട്രി. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മുന്നേ ഉള്ള ഇപ്പോൾ 2 ചെയ്ത വീഡിയോസ് അല്ലേ ഒക്കെ ഇതാണ്. ഇതിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു 2 കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്തത്. ഓക്കെ, മേ ബി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം, കാരണം ഇത് കുറച്ച് വെറൈറ്റി അല്ലേ. ഇങ്ങനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുക എന്നുള്ളൊരു 2 ജേണൽ എൻട്രിയും കൂടെ വരാനുണ്ടല്ലോ. സോ നിങ്ങളെല്ലാവരും പഠിച്ച് തന്നെ വെക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രോഫിറ്റിൻ്റെ കേസിന്. അതായത് ഇപ്പോൾ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടല്ലേ ഉള്ള എടുത്തത്. ഇനി നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് എടുക്കുമ്പോഴുള്ള കുറച്ച് ജേണൽ എൻട്രീസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.